വെൽക്കം ടു ജസസ് ഫുഡ് ബുക്ക്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഒരു താറാവ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് 2 കിലോ താറാവാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഷ്ണമാക്കി എടുക്കാം. താറാവ് കറി വയ്ക്കുമ്പോൾ എപ്പോഴും സ്കിന്നോടുകൂടി കറി വയ്ക്കുന്നത് നല്ലത്. അപ്പോഴാണ് കറിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അത് മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലാ മസാലകളും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് താറാവ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് 4 സവോള സ്ലൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അടുത്ത് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടെടുക്കുക. 2 തക്കാളി അരിഞ്ഞത്, 5 പച്ചമുളകും 2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചതച്ചെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ. അതിലോട്ട് സ്പൈസ് ചേർക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവുള്ള മുളക് 2 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് സാധാ വൈറ്റ് വിനീഗർ 2 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. എല്ലാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് വേപ്പില കൂടെ ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. തള വരട്ടെ. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു നാളികേരത്തിൻ്റെ പാല്, 2ാം പാലാണിത്, 1ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നാളികേരത്തിൻ്റെ പാലിൽ വേണം ഇത് വേവാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക, ഇളക്കിയിട്ട്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കറി നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇറച്ചിക്ക് വെന്ത് നല്ല എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ഫസ്റ്റ് പാലും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നേരത്തെ എടുത്ത് വെച്ച 1 കപ്പ് ഫസ്റ്റ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം. നമുക്ക് നല്ലോണം പതഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി കാച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10 അല്ലി ചുമന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉണക്കമുളക്, കുറച്ച് വേപ്പില, ഇതെല്ലാം വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് കാച്ചെടുക്കാം. ചൂടായിട്ട് നമുക്കിനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി കറി കാച്ചാൻ. ഓൾറെഡി കറിയിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഉള്ളി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി എനിക്ക് ഉണക്കമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. നാടൻ രീതിയിൽ നല്ലൊരു കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്.